നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുക്കം തമിഴ് നടൻ ഇളയ ദളപതി എന്നൊക്കെ ആരാധകർ വിളിക്കുന്ന വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഒരു പ്രഖ്യാപനമൊക്കെ അദ്ദേഹം നടത്തിയിരിക്കുന്നു. തമിഴക വെട്രിക്കഴകം, തമിഴ് വിജയ മുന്നണി എന്ന് മലയാളത്തിൽ അർത്ഥം വരുന്ന തമിഴക വെട്രിക്കഴകം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. അപ്പോൾ തമിഴ് മക്കളൊക്കെ എൻ്റെ മനസ്സിൽ കുടിയിരിക്കും എന്ന് അദ്ദേഹം ഇന്നലെ ആ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം പറയുന്നുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നത് എങ്ങനെയായിരിക്കും വിജയുടെ കാര്യം നമുക്കറിയാം. ഇൻഡസ്ട്രിയിൽ എത്ര പരാജയപ്പെട്ട സിനിമകളാണെങ്കിൽ കൂടിയും അതായത് വലിയ സ്വീകാര്യതയില്ലാത്ത പടമാണെങ്കിൽ കൂടിയും സാമ്പത്തികമായി പരാജയപ്പെടാത്ത സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതൊക്കെ. ആ നിലക്ക് വലിയ ആരാധകരുടെ മനസ്സിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു നടനാണ്. അപ്പോൾ വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി വരുമ്പോൾ എത്ര കണ്ട ആളുകൾ അതിനെ സ്വീകരിക്കുമെന്നുള്ളതാണ്. കാരണം MGRും ജയലളിതയും ഒക്കെ തമിഴിൽ നിന്ന് വന്ന് രാഷ്ട്രീയത്തിൽ വെന്നിക്കൊടി പാറിച്ചവരാണ്. പക്ഷേ ശിവാജി ഗണേശനും അപ്പം ഇപ്പോൾ അടുത്തായി അന്തരിച്ച വിജയകാന്ത്, കമൽഹാസനൊക്കെ അടിതെറ്റിയ മണ്ണും കൂടിയാണ് തമിഴകം. അപ്പോൾ അവിടെ വിജയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. നിഷാദ്, ഈ തമിഴ് രാഷ്ട്രീയം ഒരു പ്രത്യേക മണ്ണാണ്. എല്ലാ രാഷ്ട്രീയത്തെയും പുൽകാത്ത, വേരുറപ്പിക്കാൻ കഴിയാതെ, പ്രത്യേകിച്ച് BJPക്കൊന്നും അത്ര കണ്ട് വേരുറപ്പിക്കാൻ പറ്റാത്ത തമിഴകത്ത് എന്തായിരിക്കും വിജയുടെ ഒരു ലൈൻ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? ആദ്യം തന്നെ സെയ്ഫ്, ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു തീരുമാനം അയാൾ എടുത്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. വിജയെ പോലെ കരിയറിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പൊസിഷനിൽ സമയത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുള്ള, ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് താരങ്ങൾ എടുത്താൽ ഒന്ന് ഷാരൂഖ് ഖാനും ഒന്ന് വിജയുമാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ. ഷാരൂഖിൻ്റെ ഫാൻസിനെ പോലെ അല്ല വിജയുടെ ഫാൻസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത്ര വലിയ തോതിലുള്ള അത്രയും ബോണ്ടിങ് ഉള്ള ആരാധകരുള്ള, അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആരാധകരുള്ള വലിയ രസികർ മണ്ഡലമുള്ള ആളാണ് വിജയ്. അപ്പോൾ ഇനിയും ഒരുപാട് പ്രോജക്റ്റുകൾക്ക് സാധ്യതയുള്ള ഒരു മനുഷ്യൻ എന്തിനാണ് അവിടുത്തെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഈ രാഷ്ട്രീയം പാറ്റുന്നതാണ് നമുക്ക് ആദ്യം തോന്നുന്ന ഒരു അത്ഭുതം. അപ്പോൾ തമിഴ്നാട് നേരത്തെ പറഞ്ഞ പോലെ സവിശേഷ സ്വഭാവമുള്ള സ്ഥലമാണ്. കാരണം സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വന്ന് വലിയ നേട്ടം കൊയ്തതിൻ്റെ ചരിത്രം അതിനുണ്ട്. MGR, ജയലളിത ഇവരൊക്കെ. അപ്പോൾ MGR സിനിമയിലൊരു സൂപ്പർ നായകനായിരുന്നു. MGR സിനിമയിൽ ചെയ്യുന്നതൊക്കെ പുറത്തും ചെയ്യുകയും എല്ലാവരെയും രക്ഷിക്കാനൊക്കെ കഴിയുന്ന ആളാണ് എന്ന് വിചാരിച്ച ഒരു തലമുറ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ഇദ്ദേഹം സ്ക്രീനിൽ കാണിക്കുന്നതൊക്കെ റിയലാണ്. ഇത് പുറത്തു വന്നാലും നമ്മുടെ എല്ലാ ദുരിതങ്ങളും അകറ്റാനുള്ള ഒറ്റ ഹീറോ ആയിട്ട് ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച ഒരു തലമുറയിൽ നിന്ന് പിന്നെയും ദീർഘകാലം തമിഴ്നാട് സഞ്ചരിച്ചിങ്ങെത്തി. സിനിമയിൽ കാണുന്നത് സിനിമയിൽ മാത്രമാണെന്നും പുറത്ത് ഈ ഹീറോയിസം അത്ര സാധ്യമല്ലെന്ന് വിചാരിക്കുന്ന തലമുറയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അതുകൊണ്ടാണ് കമൽഹാസന് പോലും അടിപതറിപ്പോയത്. വിജയകാന്തിന് ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവൊക്കെ അദ്ദേഹം മാറി. വേറെ പല താരങ്ങളും ഈ പരീക്ഷണം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാന സംഗതി, തമിഴ്നാട് ഒരു ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ മണ്ണാണ്. അതിനെ പരമാവധി ഊതിക്കാച്ചി കനലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ DMK. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ DMK ആണ്. DMK നിരന്തരമായി ദ്രവീഡിയൻ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും അതിൻ്റെ പരമാവധി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നോക്കുക, ഏറ്റവും കൂടുതൽ ഹിന്ദു പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനമാണ്. ഹിന്ദു ആരാധനാലയങ്ങൾക്കും അമ്പലങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുള്ള, സംസ്കാരപരമായി തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ണിൽ പക്ഷേ BJPക്ക് ഇപ്പോഴും ഒരു ഇൻവേഷൻ സാധ്യമായിട്ടില്ല, ഒരു ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം അവർ നിലനിർത്തി പോരുന്ന അവരുടെ ദ്രാവിഡ ബോധമാണ്. ഇന്ത്യയിൽ ഇപ്പം നോർത്ത് ഇന്ത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കപ്പെടുന്നത്, നോർത്ത് ഇന്ത്യക്കാണ് എല്ലാ സഹായവും പോകുന്നുള്ള വിമർശനം ആദ്യം മറയില്ലാതെ ഉന്നയിക്കുന്നത് ആരാണ്? തമിഴന്മാരാണ്. മോദി വന്നിറങ്ങുമ്പോൾ മോദി ഗോ ബാക്ക് എന്ന പേരിൽ ബലൂൺ പറത്തുന്ന #ട്രെൻഡിങ് ആക്കുന്നവരാണ് തമിഴന്മാരാണ്. കാരണം അവർക്ക് അവരുടെ തമിഴ് പ്രൈഡ് ഭയങ്കര സംഗതിയാണ്. അതിൻ്റെ പിന്നിലുള്ളത് ദ്രവീഡിയൻ ആശയമാണ്. അപ്പോൾ അവിടെ വിജയ് എന്താണ് ചെയ്യാൻ പോകുന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. വിജയ് പറയുന്നത് അഴിമതി ഞങ്ങൾ ഇല്ലാതാക്കും, സദ്ഭരണം കൊണ്ടുവരുന്നൊക്കെയാണ്. അതൊരു അരവിന്ദ് കെജ്രിവാളൊക്കെ പറഞ്ഞൊരു സാധനമാണ്. ഞങ്ങൾ ഒരു ഗുഡ് ഗവേണൻസ് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന്. അല്ല, അത് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ എന്തുമാത്രം ആളുകൾക്കിടയിലേക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ഇപ്പോൾ ഉള്ള ഈ രസികർ മണ്ഡലം, ഫാൻസ് അസോസിയേഷൻ എന്തുമാത്രം ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാലം വിജയ് അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. രാഷ്ട്രീയം വളരെ ലൈറ്റായിട്ട് ചില പ്രയോഗങ്ങൾ, ചില സീൻ, അല്ലാതെ നമ്മൾ വെട്രിമാരൻ സിനിമയിലൊന്നും കാണുന്ന പോലത്തെ പൊളിറ്റിക്സ് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ വേണമെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞൊന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പൊളിറ്റിക്സ് പറഞ്ഞു, അല്ലാതെ തമിഴ്നാടിൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ അങ്ങനെ ആക്റ്റീവായി ഇടപെടുന്നൊന്നും കണ്ടിട്ടില്ല.
പുറത്തിറങ്ങി വന്നിട്ട് അദ്ദേഹം ചില പരിപാടി സംഘടിപ്പിക്കുകയും ആളുകൾക്ക് ചില സഹായം വിതരണം ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസിന് ഓഡിയോ ലോഞ്ചിനൊക്കെ അദ്ദേഹം ഒരു കഥയൊക്കെ പറയും. നെഞ്ചിൽ കുടിയിരിക്കും പ്രിയപ്പെട്ടവരെന്നൊക്കെ വിളിച്ച് തുടങ്ങുന്ന കഥ. അതിനപ്പുറമുള്ള ഒരു ഇടപെടലൊന്നും ഉണ്ടാക്കി അങ്ങനെ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഒരാളല്ല. പിന്നെ ഈ വിജയ് സച്ചിൻ അദ്ദേഹം ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാണ്, വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. തമിഴ്നാട്ടിൽ വേണ്ട എന്താണ്? തമിഴ്നാട്ടിലൊരു ലൗഡർ ആയിട്ടുള്ള പൊളിറ്റിക്സ് വേണ്ട സ്ഥലമാണ് തമിഴ്നാട്ടിൽ, അല്ലേ? തമിഴിൻ്റെ ഒരു ഭാഷാപരമായി തന്നെ അത് കുറച്ച് ലൗഡാണ്. അവിടുത്തെ പൊളിറ്റിക്സിന് അത്രയും കുറച്ചുകൂടി ശബ്ദമുള്ള പൊളിറ്റിക്സാണ്. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാലിനൊക്കെ ശ്രദ്ധിക്കുക, സ്റ്റാലിന് മോദിയോട് മുട്ടുന്ന കണ്ടിട്ടുണ്ടോ? അത് അത്രയും ലൗഡർ പൊളിറ്റിക്സിൽ അത്രയും വലിയ വാചകങ്ങളൊക്കെ പറഞ്ഞ് ആളുള്ള പൊളിറ്റിക്സാണ്. അവിടെ എങ്ങനെയാണ് വിജയ് എന്താ പറയുന്നത് ഒരു നേട്ടം ഉണ്ടാക്കുകയെന്ന് എനിക്ക് നല്ല ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ എന്തായിരിക്കും പ്രത്യയശാസ്ത്രം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഈ കാര്യമാണ് എന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, DMK എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാലിൻ അടുത്ത നായകനായിട്ട് തൻ്റെ മകനെ വാഴിക്കുകയാണ്. മാമന്നൻ എന്ന് പറയുന്ന സിനിമയുടെ പൊളിറ്റിക്സ് നമ്മൾ കണ്ടല്ലോ. ആ സിനിമ കൊണ്ട് ഫിലിം അവസാനിപ്പിച്ച് ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് വരികയും നിരന്തരം പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ്സ് നടത്തുകയും ചെയ്ത് ഉദയനിധി സ്റ്റാലിൻ അടുത്ത തലമുറയുടെ നായകൻ താനാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉദയനിധി സ്റ്റാലിനുമായിട്ടാണ് വിജയ് പോരടിക്കുന്നത്. സിനിമയിൽ ഉദയനിധി വളരെ താഴെയും വിജയ് വലിയ ഉയർച്ചയിലുമായിരുന്നെങ്കിലും പക്ഷേ പൊളിറ്റിക്സിൽ ഉദയനിധിയുടെ ഒരു പാരമ്പര്യം ഉദയനിധിക്ക് പൊളിറ്റിക്സിൽ ഇതിനകം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള അദ്ദേഹം അതിനു മുമ്പ് ഈ തമിഴ്നാട് മുഴുവൻ യാത്ര നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സെല്ലിംഗ് പോയിൻ്റ്, കുറേ ഐറ്റംസ് ഉണ്ട്, സംഗതികളുണ്ട്. അപ്പോൾ അതിനോട് വിജയ് എങ്ങനെയാണ് പോരാടി നിൽക്കുക, എന്താണ് ഇദ്ദേഹം ഉന്നം വെക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഏരിയാസ് ഏതാണ് എന്നതുപോലെയുള്ള സംശയങ്ങൾ അവിടെയുണ്ട്. ഈ പറയുന്ന വലിയ ആരാധക വൃന്ദം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വോട്ടാവുക? വോട്ടെന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള ഫാക്ടേഴ്സാണല്ലോ. ഓരോ മണ്ഡലങ്ങളിൽ അവിടുത്തെ വിഷയങ്ങൾ, അവിടെ ഉയർന്നു വരുന്ന ജനകീയ പ്രശ്നങ്ങൾ, അതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒരു ഘടകമാണ്. ഇൻ ടോട്ടൽ അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ്, അതിനകത്ത് ഈ സബാൾട്ടൻ പൊളിറ്റിക്സിനൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അദ്ദേഹത്തിന് സിനിമ പൊതുവെ എടുത്താൽ അദ്ദേഹം കീഴാറായ മനുഷ്യരെ രക്ഷിക്കുന്ന ഏകനായകനാണ് എപ്പോഴും. അതൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പോലെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവർ ലോക്സഭയിൽ മത്സരിക്കുന്നില്ല. ഐ തിങ്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഇടിച്ചുകയറ്റം എന്തായാലും വിജയെ സംബന്ധിച്ച് പാടായിരിക്കും. അതിനുള്ള പണിയൊന്നും ഇതുവരെ എടുത്തു കഴിഞ്ഞിട്ടില്ല. എന്തായാലും ചെയ്യാൻ പോകുന്നത്, എന്താണ് പറയാൻ പോകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ വിജയുടെ സാധ്യതയെക്കുറിച്ച് പറയാൻ കഴിയും. പക്ഷേ ഈ സമീപകാലത്ത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നവരിൽ വെച്ച് ഏറ്റവും കരുത്തനായ നേതാവാണ്, അല്ലെങ്കിൽ നായകനാണ് വരുന്നത്. ഏറ്റവും വലിയ ആരാധക വൃന്ദമുള്ള നായകനാണ് വരുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതെന്തുമാത്രം വർക്കാവും, ഉദയനിധി സ്റ്റാലിന് വിജയ് ഒരു എതിരാളിയാവാൻ പോകുന്നുണ്ടോ എന്നത് നമുക്ക് ഗ്രൗണ്ടിൽ ഇനി കാത്തിരുന്ന് കാണണം. നൗഫൽ, തമിഴക രാഷ്ട്രീയത്തിൽ അതും പുതിയ കാലത്ത് എന്ത് സ്പേസും സാധ്യതയുമാണ് വിജയ് കാണുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ കൂടെ, രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ വരികയും അവിടെ മത്സരിച്ച് ജയിച്ച് മന്ത്രിയോ MLA യോ MP യോ ഒക്കെ ആവുക, കേന്ദ്രമന്ത്രി വരെയൊക്കെ ആവുക എന്നുള്ള രീതി. രണ്ടാമത്തേത്, സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി സ്വയം ആളുകളെ സംഘടിപ്പിച്ച് വരുന്ന രീതി. അത് വിജയിച്ചവരുണ്ട്, അമ്പേ പരാജയപ്പെട്ടവരുണ്ട്. അപ്പോൾ അമ്പേ പരാജയപ്പെട്ടവരുടെ ചരിത്രം ഒരുപക്ഷെ ഇയാളെ കുറേ കാലത്തേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. കാരണം കുറേ മുമ്പ് തന്നെ വിജയ് ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അന്ന് ഒരു ആരാധക സംഘം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ ഒരു പേര് ഞാൻ മറന്നുപോയി. അതിനുശേഷം അത് കുറേ കാലം കൊണ്ടുനടന്നു. പിന്നീട് പാർട്ടി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു, പിന്നെ അത് ഉപേക്ഷിച്ചു. പിന്നീട് സ്വന്തം അച്ഛനോടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം വീണ്ടും അത് നീണ്ടുപോയി. ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ബൂത്ത് തലം അടക്കം ഇത്തരം സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതായത് ഒരു സംഘടന തുടങ്ങാനുള്ള, അല്ലെങ്കിൽ ഒരു പാർട്ടി തുടങ്ങാനുള്ള ബേസ് വർക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് മനസ്സിലാക്കാതിരുന്ന, ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ് രാഷ്ട്രീയവും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനോഭാവവും ഒക്കെ ആകെ മാറിയിട്ടുണ്ട്. ഈ MGRൻ്റെ കാലത്തോ ജയലളിതയുടെ തുടക്കത്തിലുള്ള കാലഘട്ടത്തിലുള്ള ഒരു രീതിയൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ജയലളിത മരിച്ചു, MGRൻ്റെ മരണവും ജയലളിതയുടെ മരണവും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. MGR മരിച്ച സമയത്ത് ഒരുപാട് ആത്മഹത്യകൾ തമിഴ്നാട്ടിൽ നടന്നു, ആത്മഹത്യാ ശ്രമങ്ങൾ ഒരുപാട് നടന്നു. ജയലളിത മരിച്ച സമയത്തും അത്തരം ഒരു സംഗതി സർക്കാർ ഭയങ്കരമായി ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, തമിഴ്നാട് മൊത്തം കത്താൻ സാധ്യതയുണ്ട്, ആത്മഹത്യകൾ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരുപാട് അങ്ങനെ പ്രതീക്ഷിച്ചു. അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി. പക്ഷേ ഒരാൾ പോലും ആത്മഹത്യ ചെയ്യുകയോ ആത്മഹത്യ ശ്രമം നടത്തുകയോ ചെയ്തില്ല. അതായത് തമിഴ്നാട് മാറി എന്നാണ് അർത്ഥം. ഒരു ആളെ വല്ലാതെ ആരാധിച്ച് അയാളുടെ പിന്നാലെ പോകുന്ന വലിയൊരു ജനത, വലിയ ജനക്കൂട്ടം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഇനി തമിഴ്നാട്ടിൽ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്.
പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ഇപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. അരവിന്ദ് കെജ്രിവാൾ വന്ന സമയത്ത് എന്തായിരുന്നു, ആം ആദ്മി പാർട്ടി വന്ന സമയത്ത് ഒരു കോസ് ഉണ്ടായിരുന്നു. ഒരു നിർഭയയുടെ മരണവും അങ്ങനെ ഒരു അഴിമതിയുടെ ഒരു അണ്ണാ ഹസാരെ കൊണ്ടുവന്ന അഴിമതി അല്ലാതെ ആകെ നാടിനെ കാർന്നു നിന്നൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉയർന്നു വരാനുള്ള, എതിർത്ത് തോൽപ്പിക്കാനുള്ള ഒന്നും തമിഴ്നാട്ടിൽ അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് സത്യം. അത്തരം ഒരു ഘട്ടത്തിൽ വിജയിൻ്റെ പ്രസക്തി എന്താണ്? ഈ വെറും ഷോ വർക്ക് മാത്രമാണോ എന്നുള്ള സംഗതിയുണ്ട്. അപ്പോൾ ഈ ബേസ് അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെയും ഈ ആളുകളുടെ ഈ വലിയ മനോഭാവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എത്രത്തോളം മുന്നേറാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. പ്രത്യേകിച്ചും സ്റ്റാലിനെ പോലുള്ളൊരു മുഖ്യമന്ത്രി, വൻ ജനപിന്തുണ ഇപ്പോഴും ഉള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾക്ക് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഒരു ബേസ് വർക്കൊക്കെ വിജയ് നടത്തിയിട്ടുണ്ട്, മുന്നൊരുക്കങ്ങളുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ ലൈനും പ്രത്യയശാസ്ത്രവും എന്തായിരിക്കും അദ്ദേഹത്തിൻ്റേത് എന്നിപ്പോഴും വ്യക്തതയില്ല. അതുകൊണ്ട് എത്ര കണ്ടത് ആ പാർട്ടി വിജയ്ക്ക് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിന് ഉത്തരമില്ല, കണ്ടറിയുക തന്നെ വേണം.